الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. നമുക്ക് നന്മ ചെയ്തു തരുന്ന ആളുകളോട് നാം തിന്മ പ്രവർത്തിച്ചാലോ, നമുക്ക് ഉപകാരം ചെയ്തു തരുന്ന ആളുകളെ നമ്മൾ ദ്രോഹിച്ചാലോ, നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന ആളുകളെ നമ്മൾ അനുസരിച്ചാലോ, ഈ സ്വഭാവമുള്ള ആളുകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനം ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ബുദ്ധിയുള്ള, വിവേകമുള്ള, കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തുന്ന ആളുകളുടെ ആ ആളുകളെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും? നിസ്സംശയം പറയാം, അത്തരം ആളുകൾ നീചന്മാരാണ്, നിന്ദ്യന്മാരാണ്, യാതൊരുവിധ വിവേകവുമില്ലാത്ത ആളുകളാണ് എന്നൊക്കെയായിരിക്കും ഉത്തരം പറയാം. സാധാരണഗതിയിലുള്ളൊരു വർത്താനം ഞാൻ പറയാം. അങ്ങനെയെങ്കിൽ മനുഷ്യന്മാർക്കിടയിലുള്ള സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ
സ്രഷ്ടാവും അടിമയും തമ്മിലുള്ളതാണെങ്കിലോ അള്ളാഹുവാണ് സൃഷ്ടിച്ചവൻ, അവനാണ് നമുക്ക് അന്നം തരുന്നവൻ, നമുക്കുണ്ടാകുന്ന നന്മകളൊക്കെ അവനിൽ നിന്നാണ്, നമുക്ക് വരുന്ന പ്രയാസങ്ങളൊക്കെ തടുക്കുന്നവൻ അവനാണ്. ഇങ്ങനെ എല്ലാം ചെയ്തു തരുന്നവനായ അള്ളാഹുവിനോട് നമ്മൾ അങ്ങോട്ട് നേരത്തെ പറഞ്ഞ പോലെ പെരുമാറിയാൽ എന്തായിരിക്കും നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തൽ? അതുകൊണ്ട് ഇന്ന് ഞാനൊരു 7 കാര്യങ്ങൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദ്രോഹിക്കുന്നവർ, അള്ളാഹുവിനെ ദ്രോഹിക്കുന്ന ആളുകളെ കുറിച്ചുള്ള, അള്ളാഹുവിന് ദ്രോഹം ചെയ്യുന്ന ആളുകൾ, ആ വിഷയത്തെ സംബന്ധിച്ചാണ് 7 കാര്യങ്ങൾ എന്ന് പെട്ടെന്ന് ഞാൻ പറയാം. ഒന്നാമതായി, അള്ളാഹുവിനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് ദ്രോഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായി വരുന്നത് അള്ളാഹുവിൽ ശിർക്ക് വെക്കുക എന്നതാണ്. അള്ളാഹുവിൽ ശിർക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ദ്രോഹിക്കുക എന്നാണ് അർത്ഥം. എന്താണ് ശിർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാര അവകാശങ്ങളിൽ വേറൊരാളെ പങ്കുചേർക്കുക എന്നതാണല്ലോ. ഞാനതിനെ ഏറ്റവും ചുരുക്കി പറയാം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാവട്ടെ, ഇവർ അള്ളാഹുവിനെ അങ്ങോട്ട് ഉപദ്രവിക്കുമ്പോഴും അള്ളാഹു അവർക്ക് വേണ്ടത് അവൻ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. മഹാനായ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഹദ അസ്ബറു അലാ അദൻ യസ്മഉഹു മിനല്ലാഹി അസ്സ വജൽ. അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, താൻ കേൾക്കുന്ന ദ്രോഹത്തെ ഏറ്റവും ക്ഷമയോടെ സഹിക്കുന്നവൻ അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല. ഇന്നഹു യുശ്റകു ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നു. വയുജഅലു ലഹുൽ വലദു, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് ജൽപ്പിക്കുന്നു, അള്ളാഹുവിനെ സന്താനത്തെ ഏർപ്പെടുത്തുന്നു. ഇത്രയും ഭീമമായ ഭീകരമായ ദ്രോഹം അള്ളാഹുവിനോട് ചെയ്യുമ്പോഴും സുമ്മ ഹുവ യുആഫീഹിം വയർസുഖുഹും, എന്നിട്ടും അള്ളാഹു അവർക്ക് സൗഖ്യം നൽകുന്നു, അവർക്ക് ഉപജീവനം കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇവർ പറയുന്ന ഈ ഉപദ്രവം, ഇവർ ചെയ്യുന്ന ഈ ഉപദ്രവത്തെ അള്ളാഹുവിനെ പോലെ സഹിക്കുന്ന ക്ഷമിക്കുന്ന ഒരാളില്ല. ഇവർ ഇത്രയും വലിയ ദ്രോഹം അള്ളാഹുവിനോട് ചെയ്യുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടും അവർക്ക് സൗഖ്യം നൽകിക്കൊണ്ടും നിലനിൽക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അല്ലാഹ്, അല്ലാഹു പറഞ്ഞു, കദ്ദബനി ഇബ്നു ആദം, ആദം സന്തതി എന്നെ നിഷേധിക്കുന്നു. വലം യകുൽ ലഹു ദാലിക്, അങ്ങനെ നിഷേധിക്കാൻ അവൻ അവകാശമില്ല, എന്നിട്ടും അവൻ എന്നെ നിഷേധിക്കുന്നു. വശതമനി, ആദം സന്തതി എന്നെ ചീത്ത വിളിക്കുന്നു, ശകാരിക്കുന്നു. വലം യകുൽ ലഹു ദാലിക, ആദം സന്തതിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അവർക്ക് അവകാശമില്ലാത്ത കാര്യമാണ്. ഫഅമ്മാ തക്ദീബുഹു ഇയ്യായ, എന്നെ നിഷേധിക്കുന്നു, എന്നെ കളവാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസഅമ അന്നി ലാ അഖ്ദിറു അൻ ഉഈദഹു കമാ കാൻ, ഞാൻ അവരെ സൃഷ്ടിച്ചവനാണ്, എന്നിട്ടും അവരുടെ മരണാനന്തരം അവരെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിവില്ല എന്ന രൂപത്തിൽ അവർ എന്റെ കഴിവിനെ നിഷേധിക്കുന്നു. അള്ളാഹുവിനെ ചീത്ത വിളിക്കുക, ശകാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഖൗലുഹു ലീ വലദുൻ ഫസുബ്ഹാനി അൻ അത്തഖിദ സ്വാഹിബതൻ ഔ വലദ, എനിക്കൊരു സന്താനമുണ്ടെന്ന്, മകനുണ്ടെന്ന് അവർ പറയുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ ഭാര്യയോ മകനെയോ സ്വീകരിക്കുന്നതിൽ നിന്ന് എത്രയോ പരിശുദ്ധനാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരാൾ അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണെങ്കിൽ, ശിർക്ക് വെക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ അവൻ തനിക്കെല്ലാം ചെയ്തു തന്ന തന്റെ റബ്ബിനെ ദ്രോഹിക്കുന്നവനാണ് എന്നാണ്. നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചു തേടിയാൽ, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അല്ല കൊടുത്ത കഴിവുണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്, പറഞ്ഞുകൊണ്ട്, ജൽപ്പിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടിയാൽ ഉറപ്പാണ് അള്ളാഹുവിനെ ഉപദ്രവിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അള്ളാഹുവിനോട് ഉപദ്രവം കാണിക്കുകയാണ് അവൻ ചെയ്യുന്നത്. കാരണം എല്ലാം ചെയ്തു തരുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ഒന്നിനെ പങ്കുചേർക്കുകയോ അവനൊരു സന്താനമുണ്ട് എന്ന് പറയുകയോ അതിനോട് താദാത്മ്യം പ്രാപിക്കുകയോ അതിനോട് ചേർന്ന് നിൽക്കുകയോ ചെയ്യുക എന്നത് അള്ളാഹുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഒന്ന്. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കലും കാലഘട്ടത്തെ ചീത്ത വിളിക്കലും അള്ളാഹുവിനെ ഉപദ്രവിക്കലാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ശക്തമായത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു സംവിധാനം ഏർപ്പെടുത്തുകയും ഓരോന്നിനും അവൻ ചിലത് നിർണയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അതൃപ്തനായി അള്ളാഹുവിനെ ചീത്ത വിളിക്കാൻ, കാലത്തെ പഴിക്കുക. ഇന്നിപ്പോ എല്ലാവരും ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്കൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കടുത്ത ചൂടാണല്ലോ, കടുത്ത ചൂടാണ്. അപ്പൊ സ്വാഭാവികമായും ചൂട് താങ്ങാൻ പറ്റാതെ വരുമ്പോഴെന്ത് ചെയ്യും? കാലത്തെയാണ് ശപിക്കുക. ഓ, എന്തൊരു ഒടുക്കത്തെ ചൂടാണിത്, ഇതെന്തൊരു നശിച്ച കാലാണിത് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ശകാരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ ദ്രോഹിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഉദീനി ഇബ്നു ആദം സന്തതി എന്നെ ഉപദ്രവിക്കുന്നു. യസുബ്ബു ദഹ്റ, അവൻ കാലത്തെ പഴിക്കുന്നു. വഅന ദഹ്ർ, ഞാനാണ് കാലം. ബിയദിൽ അംർ, എന്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലാണ്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാത്രിയും പകലും ഞാനിങ്ങനെ മാറ്റിമറിക്കുന്നവൻ, രാത്രിയും പകലും മാറി മാറി കൊണ്ടുവരുന്നവൻ ഞാനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ, എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് അതിനവൻ ഒരു നിർണയം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഓരോ കാലഘട്ടത്തിലും എന്ത് വരണം, എങ്ങനെ വരണം എന്ന് നിശ്ചയിക്കുന്നവൻ അള്ളാഹുവാണ്. അവന്റെ തഖ്ദീറാണ്, അവന്റെ ഇറാദത്താണ്, അവന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തിയെ ചീത്ത വിളിക്കുന്നവൻ അള്ളാഹുവിനെ ശപിക്കുന്നവനെ പോലെയാണ്, അള്ളാഹുവിനെ ഉപദ്രവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ഒരിക്കലും കാലത്തെ ചീത്ത വിളിക്കരുത്. ലാ തസുബ്ബു ദഹർ ഇന്നമാ അനദ്ദഹർ, നിങ്ങൾ കാലത്തെ ശപിക്കരുത്, കാലത്തെ ശകാരിക്കരുത്. വഇന്നമാ അനദ്ദഹർ, ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്നവൻ ഞാനാണെന്നാണ്. അതിന്റെ പിന്നിലൊരു കൃത്യമായ തഖ്ദീറുണ്ട് എന്നാണ്. അതൊരു പക്ഷെ നമുക്കറിഞ്ഞോണമെന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ ശിരസ വഹിക്കേണ്ടതിന് പകരം അതിനെ ചീത്ത വിളിച്ചാൽ, അതിനെ ശകാരിച്ചാൽ, അതിനെ ആക്ഷേപിച്ചാൽ അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നതാണ്, അള്ളാഹുവിനെ ഉപദ്രവിക്കലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അള്ളാഹ് പറഞ്ഞത് യുദ്ദീനി ഇബ്നു ആദം, ആദം സന്തതി എന്നെ ഉപദ്രവിക്കുന്നു എന്നാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം കുഫ്ർ, നിഷേധം. അള്ളാഹുവിന്റെ കൽപ്പനകളെയോ അവന്റെ നിരോധനകളെയോ നിഷേധിക്കൽ, അത് അള്ളാഹുവിനെ ഉപദ്രവിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണത്. പക്ഷെ അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തിനാണിത് പറയണമെന്ന് വെച്ചാൽ, അള്ളാഹ്ക്ക് എന്തോ പ്രയാസം ഉണ്ടായത് കൊണ്ട് അള്ളാഹു പറയാണ് എന്നല്ല, മറിച്ച് നിങ്ങൾ അങ്ങനത്തെ ഒരു ദ്രോഹം നിങ്ങൾ ഇന്ന് വന്നാൽ അത് നഷ്ടമുണ്ടാക്കുന്നത് നിങ്ങൾക്കാണ്, അള്ളാഹ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ തക്ഫുറൂ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും വലാ യർദാ ലിഇബാദിഹിൽ കുഫ്ർ. ഇൻ തക്ഫുറൂ, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ, അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ നിഷേധിച്ചാൽ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. അവൻ ഗനിയാണ്, നിങ്ങളെ ആശ്രയിക്കാത്തവനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ സ്വയം പര്യാപ്തനാണ്. വലാ യർദാ ലിഇബാദിഹിൽ കുഫർ, അവൻ തന്റെ ദാസന്മാർക്ക് കുഫർ ഇഷ്ടപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെയൊക്കെ നിങ്ങൾ നിഷേധിക്കുമ്പോൾ അതുകൊണ്ട് അല്ലാഹുവിന് വല്ല ഉപദ്രവം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. മറിച്ച് നിങ്ങളുടെ ആ പ്രവർത്തനം ഉപദ്രവം അല്ലാഹുവിന് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പ്രയാസകരമാണ്. അല്ലാഹുവിന് ഒരു പ്രയാസം ഉണ്ടാക്കുന്നില്ല, അത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കും. അതുകൊണ്ടാണ് ഈ വിഷയത്തെ കൃത്യമായി ശ്രദ്ധിക്കണം. ഇനി നാലാമത്തെ കാര്യം കാപട്യമാണ്. കാപട്യം അത് അല്ലാഹുവിനെ വഞ്ചിക്കലാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും. കപടന്മാർ അവർ അല്ലാഹുവിനെ ചതിക്കുന്നു, അവർ അല്ലാഹുവിനെ വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ സ്വമേധയാ വഞ്ചനക്ക് വിധേയമാവുകയാണ്. എന്നാൽ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത് കൃത്യമായ ഉള്ളും പുറവും ഒരുപോലെ നിൽക്കുന്ന വിശ്വാസത്തെ സംബന്ധിച്ചാണ്. എന്നാൽ പുറത്തു വിശ്വാസം കാണിക്കുകയും അകത്ത് അവിശ്വാസം കൊണ്ട് നടക്കുകയും ചെയ്യുന്നത് കാപട്യമാണ്. പുറത്തൊരു സ്വഭാവം കാണിക്കുക, അകത്ത് വേറൊരു സ്വഭാവം കാണിക്കുക. നിഫാഖിന് പ്രത്യേക തലങ്ങളുണ്ട്. ഒന്ന് വിശ്വാസ മേഖലകളാണ്, 2 കർമ്മ മേഖലകളാണ്, 3 സ്വഭാവ മേഖലകളാണ്. ഈ 3 മേഖലകളിലും നിഫാഖ് വരാം. എന്തിനാണ് ഇങ്ങനെ ഒരു കാപട്യം ഒരാൾ കൊണ്ടു നടക്കുന്നത്? അയാൾ വിചാരിക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് കുറെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ്. എല്ലാരെയും പറ്റിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ആ പണി കൊണ്ട് നഷ്ടമാകുന്നത് അവർക്ക് തന്നെയാണ്, ഒരിക്കലും അല്ലാഹുവിനല്ല. പക്ഷെ നിങ്ങൾ അല്ലാഹുവിനോട് വഞ്ചനയാണ് കാണിക്കുന്നത്. ആ വഞ്ചന കൊണ്ട് അല്ലാഹുവിനൊരു കുഴപ്പമുണ്ടാകൂല, പക്ഷെ നിങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ടാകും. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും കപടന്മാരുടെ സ്ഥാനമെന്നാണ്. 4 ഞാൻ പറഞ്ഞു. 5-മത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുക, പ്രവാചകനെ ഉപദ്രവിക്കുക എന്നതും അല്ലാഹുവിനെ ഉപദ്രവിക്കുന്നത് പോലെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻഹുമുല്ലദീന യുഅ്ദൂന അൻ-നബിയ്യ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട മുനാഫിഖുകൾ, കപടന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളുണ്ട്. യുഅ്ദൂന അൻ-നബിയ്യ, അവർ പ്രവാചകനെ ഉപദ്രവിക്കുന്നു. വയഖൂലൂന, അവർ പറയുന്നു, ഹുവ ഉദുനുൻ, അദ്ദേഹം ഒരു ചെവിയാകുന്നു എന്നാണ്. ഹുവ ഉദുൻ, അദ്ദേഹം ഒരു ചെവിയാണ് എന്ന് പറഞ്ഞാൽ എന്ത് കേട്ടാലും എന്ത് പറഞ്ഞാലും അത് കേൾക്കും, വിശ്വസിക്കും. അങ്ങനത്തെ ഒരു നിലപാടില്ലാത്ത, എന്തിനേയും വിശ്വസിക്കുന്ന, എന്തിനേയും കേട്ടനുസരിക്കുന്ന ഒരാളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിഹാസം അവർ പറഞ്ഞു. നബി, നീ പറയണം, ഉദുനു ഖൈരിൻ ലക്കും, അതെ, പ്രവാചകൻ ഒരു ചെവി തന്നെയാണ്. എങ്ങനെയുള്ള ചെവിയാണ്? ഗുണത്തിന്റെ ചെവിയാണ്. ഗുണപരമായ കാര്യങ്ങൾ മാത്രം കേൾക്കുകയും അതിൽ വിശ്വസിക്കുകയും അത് സമൂഹത്തിന് നൽകുകയും ചെയ്യുന്നയാളാണ് പ്രവാചകൻ. അതുകൊണ്ട് അവസാനം ഖുർആൻ പറഞ്ഞ വാക്കെന്താ? വല്ലദീന യുഅ്ദൂന റസൂലല്ലാഹ് ലഹും അദാബുൻ അലീം, അല്ലാഹുവിന്റെ റസൂലിനെ ഉപദ്രവിക്കുന്നവൻ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രവാചകനെ ഉപദ്രവിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപമര്യാദയായി പെരുമാറുക, പ്രവാചകന്റെ സുന്നത്തുകളോട് അപമര്യാദയായി പെരുമാറുക, പ്രവാചകനെ പരിഹസിക്കുന്നതിന് തുല്യമാണത് എന്ന് ഈ വിഷയം വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ ഉപദ്രവിക്കലും
അള്ളാഹുവിനെ ഉപദ്രവിക്കലാണ് എന്നാണ്. അപ്പൊ 5 ഞാൻ പറഞ്ഞു. ആറാമത്തത്, ഒന്നാമതായി പറഞ്ഞ കാര്യം ശിർക്കാണെങ്കിൽ, ആറാമതായി പറയുന്ന കാര്യം അത് ബിദ്അത്താണ്. ബിദ്അത്തുകൾ ചെയ്യുന്നവൻ അള്ളാഹുവിനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പുതിയ ആചാരം മതത്തിൽ കടന്നുകൂടിയാൽ അതുകൊണ്ട് എന്ത് പ്രയാസമാണ് ഉണ്ടാവുക എന്ന് ചോദിക്കലുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം അതിന് കൊടുക്കുന്നത് വലിയ ഗൗരവമുള്ള കാര്യമായിട്ടാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ലാഹ്. അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ലാത്ത, ദീനിൽ നിയമമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യം നിയമമാക്കി കൊടുക്കാൻ പറ്റുന്ന വല്ല പങ്കാളികളും അവർക്ക് അവരുടെ കൂടെ ഉണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ മതത്തിലെ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅ്സത്തിലൂടെ, പ്രവാചകന്റെ ജീവിതത്തിലൂടെ കൃത്യവും വ്യക്തവുമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് ഒരാൾ വന്നിട്ട് ഇതുകൂടി മതത്തിൽപ്പെട്ടതാണ്, കൂലി കിട്ടുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്നത് മതത്തിൽ പുതിയ ഒരു നിയമമുണ്ടാക്കലാണ്. അങ്ങനത്തെ ഒരു നിയമമുണ്ടാക്കാൻ പറഞ്ഞു തരുന്ന ഏത് ശരീക്കാണോ നിങ്ങൾക്കുള്ളത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അപ്പൊ പ്രിയപ്പെട്ടവരെ, വലിയൊരു വിപത്താണത്, വലിയ വിപത്താണത്. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണത്. പലപ്പോഴും നമ്മൾ അത്ര ഗൗരവം അതിന് കൊടുക്കാറില്ല. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം ബോധ്യപ്പെടുത്താനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പതാ ഹജ്ജിന് പോകുന്ന ആളുകൾ, അവർക്ക് എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കണമെങ്കിൽ ഇന്ന ആയത്തോതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുന്നു. അവരാളുകളെ കൊണ്ട് അതിങ്ങനെ ഓതിപ്പിക്കുന്നു. അങ്ങനെ ഓതിയാൽ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ ഇത് മതി എന്ന് ബോധ്യപ്പെടുത്തുന്നു. ഓരോ സമയത്തും ഓരോന്ന് കടന്നു കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യകരമായ കാര്യം, നല്ല കാര്യം എന്ന ആളുകൾക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നുന്നവൻ ശ്രദ്ധിച്ചോളണം. അവന്റെ ആ തോന്നലിലൂടെ, പ്രവർത്തനത്തിലൂടെ അവൻ ഉപദ്രവിക്കുന്നത് അള്ളാഹുവിനെയാണ്. കാരണം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത അവന്റെ മതത്തിൽ അവൻ പഠിപ്പിക്കാത്തതൊന്ന് കടത്തിക്കൂട്ടിക്കൊണ്ടുവന്ന് അള്ളാഹുവിനെ അങ്ങോട്ട് ഉപദ്രവിക്കുക. ഇനി ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. വളരെ സിമ്പിളായ ഒരു കാര്യം പറയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം സ്വഹാബത്തിനിടയിൽ ജീവിച്ചിരുന്നല്ലോ. പ്രവാചകനായതിനു ശേഷം മക്കയിലും മദീനയിലുമായി പ്രവാചകൻ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം മുതൽ ഇങ്ങോട്ടെല്ലാം കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും നബി തങ്ങൾ പഠിപ്പിച്ചു എന്നാണ്. ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ ആവശ്യമായ പുണ്യകർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഒരാൾ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ തിന്മകളെ കുറിച്ചും നബി തങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ അക്കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തോളീൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം കിട്ടും, അതുവഴി നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയും എന്നൊരാൾ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവൻ ചെയ്യുന്നത് രണ്ടുപദ്രവമാണ്. ഒന്ന് അള്ളാഹുവിനെ, മറ്റൊന്ന് അള്ളാഹു പ്രവാചകനാക്കി നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എന്താണ് രണ്ടുപദ്രവം എന്ന് ഞാൻ പറയണത്? അള്ളാഹു നിയമമാക്കി കൊടുത്ത, ശരീഅത്താക്കി കൊടുത്ത കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ അത് പഠിപ്പിച്ചു കൊടുത്തപ്പോ ആളുകൾക്ക് സ്വർഗത്തിൽ എളുപ്പത്തിൽ എത്താവുന്ന ഒരു സംഗതി അള്ളാഹ്ക്ക് വിട്ടുപോയി എന്ന് പറയാം. പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? അള്ളാഹുവിന് വിട്ടുപോയി. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തൊട്ടു മുമ്പത്തെ കാലഘട്ടത്തിലാണ്
ആളുകൾക്ക് മനസ്സിലായത് ഇങ്ങനെ കൂടി ചെയ്താൽ കുറച്ചും കൂടി എളുപ്പത്തിൽ സ്വർഗത്തിലെത്താം. അത് അള്ളാഹ്ക്ക് വിട്ടുപോയതായിരിക്കും. അത് അള്ളാഹുവിനോട് ചെയ്യുന്ന മഹാദ്രോഹമാണ്. അള്ളാഹുവിന്റെ സ്ഥാനത്തോട് ചെയ്യുന്ന ദ്രോഹമാണത്. രണ്ടാമത്തത്, ഇനി അങ്ങനെ ഇല്ലെങ്കിലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനങ്ങളോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താവുന്ന എല്ലാ നന്മകളും പഠിപ്പിച്ചു തന്നു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഈ നന്മയെ നബിതങ്ങൾ മറന്നുപോവുകയോ മറച്ചു വെക്കുകയോ ചെയ്തു എന്ന മഹാപരാധം ഈ പ്രവർത്തനത്തിലൂടെ ഇവർ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് ബിദ്അത്ത് അള്ളാഹുവിനോടുള്ള ഉപദ്രവമാണെന്ന് പറയാൻ കാരണം. അള്ളാഹു ശരീഅത്താക്കാത്തൊരു കാര്യത്തെ, നിയമമാക്കാത്തൊരു കാര്യത്തെ, മതമാക്കാത്തൊരു കാര്യത്തെ ഒരാൾ മതമാക്കി പറഞ്ഞാൽ അവൻ അള്ളാഹുവിനോട് ഉപദ്രവം ചെയ്യുന്നവനാണ് എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട്, സ്വഹാബത്തിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുണ്ട്. നമ്മളെല്ലാ ഖുതുബകളിലും അതിന്റെ മുഖദ്ദിമയിൽ കേൾക്കുന്ന ഒരു വർത്തമാനമുണ്ട്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ളലാലത്തും നരകത്തിലാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ഏഴാമത്തെ കാര്യം, മനുഷ്യർ ചെയ്യുന്ന വലിയ പാപങ്ങളാണ്. വലിയ പാപങ്ങൾ, മനുഷ്യർ ചെയ്യുന്ന മഹാപാപങ്ങൾ, അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ദ്രോഹമാണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന ഉപദ്രവമാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വകറഹ ഇലൈകുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഞാൻ നിങ്ങൾക്ക് കുഫറും അധർമ്മവും അനുസരണക്കേടും വെറുപ്പുള്ളതാക്കിയിരിക്കുന്നു എന്നാണ്. അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യം നമ്മൾ കൊണ്ടുവരുന്നതോടുകൂടി അത് അള്ളാഹുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ അള്ളാഹുവിനോട് ഉപദ്രവം ചെയ്യുന്നവനാണോ താൻ, അതല്ല അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവനാണോ എന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയ്യനൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞൊരു വർത്തമാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ മാതാപിതാക്കളെ പഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. തൻ്റെ മാതാപിതാക്കളെ പഴിക്കുന്നവൻ, ചീത്ത വിളിക്കുന്നവൻ, ശകാരിക്കുന്നവൻ, അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ സ്വഹാബികൾ തിരിച്ചു ചോദിച്ചു, നബിയെ, ആരെങ്കിലും ഒരാൾ തങ്ങളുടെ മാതാപിതാക്കളെ പഴിക്കും? അതെങ്ങനെ നബിയെ? സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ വേറൊരുത്തന്റെ മാതാപിതാക്കളെ പഴിക്കും, ചീത്ത വിളിക്കും. യഥാർത്ഥത്തിൽ ആ പ്രവൃത്തിയോടെ അവൻ ചെയ്യുന്നത് സ്വന്തം ബാപ്പയെയും ഉമ്മയെയും ചീത്ത വിളിക്കലാണ്, പഴിക്കലാണ്. ഇവൻ ശപിക്കപ്പെട്ടവനാണ്. എൻ്റെ ശബ്ദം ശപിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോളാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോണ വർത്താനാണ്. എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ വേറൊരുത്തൻ്റെ വാപ്പാനെ ചീത്ത വിളിച്ച് വേറൊരുത്തൻ്റെ ഉമ്മാനെ ചീത്ത വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്നത് സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും ചീത്ത വിളിക്കുന്നവനായി. അതിലൂടെ അവൻ ചെയ്തത് അള്ളാഹുവിന്റെ ലഅനത്ത് കിട്ടുന്ന, ശാപകോപം വരുന്ന പ്രവൃത്തി ചെയ്തവനാണ് എന്നാണ്.
ഞാൻ ഈ വിഷയത്തോട് ചേർത്ത് ഇത് പറയാൻ കാരണം എന്താ അറിയോ? അള്ളാഹുവിനെ ദ്രോഹിക്കുന്നവൻ, അള്ളാഹുവിനെ ഉപദ്രവിക്കുന്നവൻ, ആ ഉപദ്രവിക്കുന്നവൻ ചെയ്യുന്ന ഒരു പണി, അതീവ ഗുരുതരമായ മറ്റൊരു പണിയുണ്ട്. അതൊന്ന് പറയാനാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൻആം അതിന്റെ 108-ാമത്തെ വചനം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം. അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർ ആരാധിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ ശകാരിക്കരുത്. അങ്ങനെ നിങ്ങൾ ശകാരിച്ചാൽ ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം, യാതൊരു വിവരവുമില്ലാതെ അറിവുമില്ലാതെ അവർ അള്ളാഹുവിനെ ശകാരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടിരുന്ന സംഗതിയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പക തീർക്കുക എന്ന സ്വഭാവമാണ്. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നേരെ തിരിച്ചടിക്കാം. ചില ആളുകളൊക്കെ അറിഞ്ഞോ അറിയാതെയോ അവർ വലിയ ശാപകോപത്തിനിരയാകുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സ്ഥിതിവിശേഷം അതീവ സെൻസിറ്റീവായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ വൈകാരികമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ചെറുത് മതി വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരാൻ. അതിലായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ, അവരുടെ ഭക്ഷണശാലയുടെ പോസ്റ്ററാണ്, പക്ഷേ ഭക്ഷണശാലയുടെ പോസ്റ്ററിൽ കടന്നു വന്നത് ഒരു വിഭാഗം ആളുകൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ആരാധിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുവിന്റെ ഫോട്ടോയാണെങ്കിൽ ഇസ്ലാമിന്റെ ഭാഷയിൽ അത് ഗുരുതരമായ തെറ്റാണ് എന്നാണ്. അത് ഗുരുതരമായ തെറ്റ്. ആ തെറ്റിന്റെ ഗൗരവം എത്രത്തോളമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ കണ്ടു. അള്ളാഹുവിനെയും പ്രവാചകനെയും മുസ്ലിമീങ്ങളെയും വളരെ വൃത്തികെട്ട രൂപത്തിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് കാരണമായി ഈ ഒരു ചെറിയ പ്രവർത്തനം, ഞാൻ ചെറുത് എന്ന് പറയുന്നത് ആ ഉപയോഗിച്ച പ്ലാറ്റ്ഫോമിനെ കുറിച്ച് മാത്രമാണ്, ആ പ്രവൃത്തിയെ കുറിച്ചല്ല. അത് ചെയ്ത ആളുകൾ, അതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, അവർക്കൊന്നും അതിന്റെ ഗൗരവം അറിയില്ല. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ, അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന വസ്തുക്കളെ ഒരിക്കലും നിങ്ങൾ ശകാരിക്കരുത്, ചീത്ത വിളിക്കരുത്, അവരെ പരിഹസിക്കരുത്. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്നത് എന്താണ്? പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നതിലേക്ക് അത്തരം ആളുകൾ കടന്നു വരും. ആ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം എന്താണെന്നറിയോ? ഇപ്പൊ ആ കട തുറക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് സാഹചര്യം മാറി. അതുകൊണ്ട് അവസാനിക്കില്ല. മറിച്ച് ആ പണി ചെയ്ത അയാൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് പ്രകാരം നോക്കിയാൽ ലഅനത്താക്കപ്പെട്ടവനാണ്, അള്ളാഹുവിന്റെ ശാപകോപത്തിനിരയായവനാണ്. ചെറുതു കൊടുത്ത് അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്ന സ്വഭാവത്തിലേക്ക്, പ്രവർത്തനത്തിലേക്ക് കൊണ്ടെന്നെത്തിക്കാൻ കാരണമായ പ്രവൃത്തി ചെയ്തവൻ ലഅനത്ത് ചെയ്യപ്പെട്ടവനാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത്ര ഗൗരവമാണത്. നമുക്കൊക്കെ പലതും ഭയങ്കര കളിയും തമാശയും പിന്നും രസമൊക്കെയാണ്. അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ചില മഹാപൊട്ടന്മാരും ഉണ്ട്. ഗൗരവത്തിൽ കാണണം ഓരോന്നും. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കണം. അത്രയും ഗൗരവമുണ്ട്. ആളുകൾക്ക് പലർക്കും അവർക്ക് വിഷയം അറിയില്ല, വിഷയത്തിന്റെ ഗൗരവം അറിയില്ല. ചില ആളുകൾക്ക് അള്ളാഹുവിന്റെ നിയമം കേൾക്കുമ്പോൾ പോലും ചില മുസ്ലിമീങ്ങൾക്ക് അസഹിഷ്ണുതയാണ്. അങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അർറഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. അർറഹിമൂൻ കരുണ കാണിക്കുന്നവർ, യർഹമുഹുമുർ റഹ്മാൻ അവരോട് പരമകാരുണികൻ കരുണ കാണിക്കും. അതുകൊണ്ട് യർഹമു മൻ ഫിൽ അർള് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. യർഹമുകും മൻ ഫിസ് സമാ
ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശത്രുവായ ഒരു മനുഷ്യൻ, നമ്മളെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാൻ നടക്കുന്നവർ, ഞാൻ അതിന്റെ പേര് തന്നെ പറയാം, സംഘപരിവാര ടീമുകൾ, വിവിധ പേരുകൾ അറിയപ്പെടുന്ന സംഘപരിവാരം. ആ സംഘപരിവാരത്തിന്റെ ആളുകൾ അവർ മുസ്ലിമീങ്ങളോട് ശത്രുത വെച്ചവരാണ്. മുസ്ലിമീങ്ങളെ ഉന്മൂലനം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിനുവേണ്ടി പരസ്യമായി പറയുന്നവരാണ്. തക്കം കിട്ടിയാൽ ചെയ്യാൻ വേണ്ടി കാത്തു നടക്കുന്നവർ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിലേതെങ്കിലും ഒരു സംഘപരിവാരത്തിൽപ്പെട്ട ഒരുത്തൻ നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ വീണുപോയാൽ, അപകടപ്പെട്ടു പോയാൽ, അയാൾ ഒരു വിഷമത്തിലേക്ക് വീണുപോയാൽ, അവനെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നവനോട് റബ്ബ് കരുണ കാണിക്കില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു പഠിപ്പിക്കാൻ. ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരാരായാലും അവർ നിന്റെ ശത്രുവാവാം, പക്ഷെ അവനോട് കരുണ കാണിക്കണം. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച, പ്രവാചകൻ സ്വല്ലല്ലാഹു പഠിപ്പിച്ച ആശയം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു ആശയം കൂടിയുണ്ട്. അഭയം തേടി വന്നാൽ അഭയം കൊടുക്കണമെന്ന് ഖുർആൻ. പിന്നെ അവനെ ഉപദ്രവിക്കരുത്, അവന് സുരക്ഷിതമാകുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുകയും വേണം. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ. ഇത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യതയെക്കുറിച്ച് അല്ലട്ടോ പറഞ്ഞത്. മുസ്ലിങ്ങളുടെ ശത്രുവായി വരുന്ന ആളുകളാണെങ്കിൽ പോലും അവരോട് അങ്ങനെ പെരുമാറണം. അവരാരാധിക്കുന്ന വസ്തുക്കളും ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിന്റെ പണിയല്ല. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തോടും ഒരു മുസ്ലിം നിന്ന് കൊടുക്കരുത്. കാരണം അതിലൂടെ ഉണ്ടായിത്തീരുന്നത് പ്രപഞ്ച സട്ടാവായ അള്ളാഹുവിനെ ഉപദ്രവിക്കുന്ന, ചീത്ത വിളിക്കുന്ന, ശകാരിക്കുന്ന, ഭത്സിക്കുന്ന, ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ പോകും. അതിന് നിന്റെ വാക്കോ നിന്റെ പ്രവൃത്തിയോ ഇടയാകരുത് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. നമ്മുടെ എഴുത്ത്, നമ്മുടെ പ്രിന്റ്, നമ്മുടെ സംസാരം, എല്ലാത്തിലും പക്വത വേണം, എല്ലാത്തിലും വിവേകം വേണം. വൈകാരികമായി എടുത്തു ചാടി പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്യുന്ന സ്വഭാവം ശരിയല്ല. അപകടത്തിൽപ്പെടുന്ന ആളുകളുടെ പോലും മതം നോക്കി വർത്തമാനം പറയുന്ന വൃത്തികെട്ട കാലഘട്ടമാണ്. ഒരു വൃത്തികെട്ട സമൂഹം ജീവിക്കുന്ന കാലമാണിത്. ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. വിവേകം ഉന്നതമാണ്, വിവേകം ഉന്നതമാണ്, വിവേകം ഉന്നതമാണ്. വൈകാരികത അപകടമാണ്. ശ്രദ്ധിക്കണം. ഓരോ വാക്കുകളെയും അളന്നു മുറിച്ച് ശ്രദ്ധിച്ച് അള്ളാഹുവിന്റെ കൂലി കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്നതിലേക്ക് മാത്രം ഒതുക്കി ബാക്കി എല്ലാത്തിൽ നിന്നും ഒഴിവായി നിൽക്കാൻ സത്യവിശ്വാസി ശ്രമിക്കണം. ഇല്ലെങ്കിൽ അവന്റെ ഒരു ചെറിയ പ്രവർത്തനം കൊണ്ട് അവന് തന്നെ വിനയായി തീരുന്ന, അവന് തന്നെ ശിക്ഷ കിട്ടുന്ന പണിയായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയുള്ള സ്വതഖയാണ്. നമ്മളെല്ലാവരും കഴിയുന്ന രൂപത്തിൽ അതിനോട് സഹകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹു അവർക്ക് സഹായം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.